എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടി ചായയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ചോറിനാണെങ്കിൽ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ അല്ല, ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ദോശയാണ് റെഡിയാക്കിയത്. പിന്നെ വൻപയർ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണെങ്കിൽ വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് അത് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ദോശയും ഒരു പഴം ഇരിപ്പുണ്ടായിരുന്നു. ആ പഴവും മുറിച്ചു ഒരു ദോശ ഇട്ട് പോയാൽ അത് കഴിഞ്ഞ് ഇന്നലത്തെ മീൻചാറ് ഇരിപ്പുണ്ടായിരുന്നു. അത് ഇട്ടുണ്ടോ ഇത്രയേ ഉള്ളൂ മീൻചാറ്. അപ്പോൾ അതും കൂടെ ഒന്ന് കൂട്ടാൻ കൊടുത്തു. വേണോ? ഇങ്ങോട്ട് പിടിക്കാം. ടേബിളിൽ വന്നിട്ട് ചാറ് ചോദിക്കുന്നുണ്ട്. മീനാണോ? ആണോ? മതിയോ? ചാറ് യെസ്. മീൻചട്ടി കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് മീനും ചാറും ഒക്കെ ഉള്ളെന്ന് തോന്നിയായിരുന്നു. പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ആവശ്യത്തിലധികം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ചുരക്ക ഇരിപ്പുണ്ടായിരുന്നു. ചുരക്കയും വൻപയറും കൂടെ ഇട്ടിട്ട് തോരൻ വെച്ചു. പിന്നെ മീൻകറി ആണെങ്കിൽ മീനില്ലാ മീൻകറി, വാഴയ്ക്ക മീൻകറി, അതും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഉച്ചക്കത്തെ ആണെങ്കിൽ വിഭവങ്ങളൊക്കെ ശരിയായി. ചോറ്, പിന്നെ ഇതാണെങ്കിൽ വാഴയ്ക്ക മീൻകറി. ഇതായല്ലോ. മുഴുകിയെടുക്കുമ്പോൾ ഒരു ഓറഞ്ച് ഉള്ള പോലെ അല്ലേ. ഇതാണെങ്കിൽ ചുരക്ക വെച്ച് പയറിട്ടൊരു തോരൻ, നല്ല ടേസ്റ്റാണ്. ഇത് പിന്നെ തേങ്ങാ ചമ്മന്തി, പച്ചമുളകൊക്കെ ഇട്ടത്. പാവയ്ക്ക മെഴുക്കുവരട്ടി, സജിത തന്ന പാവയ്ക്കാണ്. അതാണെങ്കിൽ മെഴുക്കുവരട്ടി വെച്ചു. കാരണം ഇങ്ങനെ കിലുകിലാന്നുള്ള മെഴുക്കുവരട്ടി എടുത്തു. കാരണം അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കൈപ്പൊണ്ണി പാവയ്ക്കായ്ക്ക്. അത് കാരണം കൊണ്ട് ഇങ്ങനെ വെച്ചു. ഇതെന്തോന്നറിയാമോ? ഇതാണെങ്കിൽ നമ്മൾ ഏത്തക്ക പുഴുങ്ങിയില്ലേ, അതിൻ്റെ ബാലൻസ് ഒരു കഷ്ണം, അര കഷ്ണം കണ്ടുണ്ടായിരുന്നു. അതും 2 ബ്രെഡ് ഞാൻ നോക്കിയപ്പോൾ 2 കഷ്ണം ബ്രെഡ്. നമ്മൾ ബ്രെഡിൻ്റെ മുകൾ ഭാഗത്തെ ഏറ്റവും അടിയിലിരിക്കുന്ന അതുണ്ടല്ലോ, ആർക്കും വേണ്ട, അത് വേസ്റ്റായിട്ട് കളയുന്നത്, അതും ഇരിപ്പുണ്ടായിരുന്നു. അത് രണ്ടും കൂടെ ആണെങ്കിൽ എടുത്തൊന്ന് പൊടിച്ച്, ബ്രെഡ് പൊടിച്ചു, അതിൻ്റെ കൂട്ടത്തിൽ ഇതും ഒന്ന് ഏത്തക്കായ ഉടച്ചിട്ട് ചുമ്മാ ഒന്ന് പരീക്ഷണത്തിന് നോക്കുക, എങ്ങനെ ഉണ്ടോ നോക്കാം. ഓക്കെ, കഴിച്ച് നോക്കിയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടോ നോക്കാം അല്ലേ. പരീക്ഷണമല്ലേ അല്ല. അപ്പം ബ്രെഡും ഏത്തക്കായും കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. എങ്ങനെ ഉണ്ടെന്ന് കഴിച്ച് നോക്കട്ടെ. കഴിച്ച് നോക്കിയിട്ട് പറയാം. എങ്ങനെയുണ്ട് ഇത്? സൂപ്പർ. കഴിച്ചോ? ആണോ? ഫസ്റ്റ് ടൈമാണോ ഇനി കഴിച്ചതോ? കഴിച്ചില്ല. അല്ല കേട്ടോ, ബ്രെഡും പഴവും കൂടെ, പഞ്ചസാരയോ അല്ല പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നെ ഞാൻ ഓർത്തായിരുന്നു ഇത് ചേർക്കാന്ന്, ഏലക്ക പൊടിച്ചിട്ട് വേണേടാ. പക്ഷെ അതൊന്നും ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ കുടിച്ചിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുറത്തൊന്ന് പോകാൻ ഓർത്തായിരുന്നു. ഈവനിങ് സ്നാക്ക് ആയിട്ട് ഉപയോഗിക്കാം. നല്ല ഇതാണെങ്കിൽ അപ്പനും മക്കളും കൂടെ ആണെങ്കിൽ റെഡിയാക്കിയ ദോശയാണ്. ഊത്തപ്പം എന്ന് പറയത്തില്ലേ, ദോശയാണ്. പക്ഷേ ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ ചെറുപറാന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ നല്ല വലിയ വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിൻ്റെ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആണെങ്കിൽ ശരിക്കും ക്യാരറ്റൊക്കെ ആണെങ്കിൽ വലിയ വലിയ കഷ്ണങ്ങളാക്കി ഇട്ടു. അപ്പോൾ ഏഞ്ചു ആണെങ്കിൽ ഇതിൻ്റെ കഥ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാനാണെങ്കിൽ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പം ആ സമയത്തുള്ള കലാപരിപാടികളായിരുന്നു ഇവിടുത്തെ. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അവർ കഴിച്ചു, കുഴപ്പമില്ലായിരുന്നു, നല്ലായിരുന്നു എന്ന് പറഞ്ഞു. ചോപ്പറിലിട്ട്
അടിച്ചെടുക്കാമായിരുന്നല്ലോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് കണ്ടു നോക്കാം ഇവരെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. ഇതിൽ മുളകൊക്കെ അരിക്കുന്ന കണ്ടപ്പോൾ ഇപ്പോൾ ഇത് ഏഞ്ചുവാണ് ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. ഇതിന് മുളക് അരിയുന്ന കണ്ടപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്തു, എന്തിനാ ഇത്രയും മുളകൊക്കെ ഇതിനകത്ത് ഇട്ടേ, എങ്ങനെ കഴിച്ചു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു, കഴിച്ചു. മുളകുള്ള ഭാഗങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞു. മുട്ടയിൽ പോലും മുളക് ഇടുന്ന ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്കും സന്തോഷമായി കേട്ടോ. വീട്ടിലുണ്ടായിരുന്ന പച്ചക്കറികൾ ഫുള്ളും ഇട്ടെന്ന് തോന്നി ഈ ഒരു ദോശയ്ക്കകത്ത്. എന്തൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ ഇട്ടെന്ന് തോന്നുന്നു. എല്ലാം അരിഞ്ഞ് കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാത്രത്തിലൊക്കെ ഇട്ട് ഇളക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ക്യാരറ്റൊക്കെ വീഴുന്നതിൻ്റെ പരുവം നിങ്ങൾ നോക്കിക്കാണേ. ക്യാരറ്റൊക്കെ നല്ല മുടിക്കോട്ട് വെക്കാൻ പരുവത്തിനൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമുക്കാണെങ്കിൽ ഇവർ ആരും നമുക്ക് നിരുത്സാഹപ്പെടുത്തരുത്. എല്ലാം നല്ല കൊള്ളാമെന്ന് മാത്രം പറയാവൂ. കൊള്ളത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ചെയ്യാതിരുന്നാലോ, അത് കാരണം കൊണ്ട് കൊള്ളാമെന്ന് മാത്രം പറയാവൂ. അപ്പോൾ ഇവർ നമുക്ക് കാണാം എന്തൊക്കെയാണെന്നുള്ളത്. ഇത്രയും മുളക് ഇട്ടത് പോരാഞ്ഞിട്ട് വീണ്ടും കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിനൂടെ പിന്നെ ആണെങ്കിൽ മുളക് പൊടി ഇട്ടിട്ട് എങ്ങനെ കഴിച്ചോ എന്തോ ദൈവത്തിനറിയാം. മുളക് പൊടി ഇട്ടില്ലെന്ന് തോന്നുന്നു, കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്. എല്ലാം കൂടെ ആണെങ്കിൽ ഇളക്കി ഇപ്പോൾ എടുക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ആണെങ്കിൽ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി ഇട്ട് കുരുമുളക് പൊടി, മുളക് പൊടി, പിന്നെ പച്ചമുളക് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു ഇതിലിങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നെ ഓർത്ത് വേണ്ട, അപ്ലോഡ് ചെയ്യാം, നാളെ ഒരു സമയത്ത് അവർ കാണട്ടെ, ഇത് ഒരു രസമല്ലേ എന്നോർത്തിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ദോശയ്ക്കാണെങ്കിൽ പാനൊക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ ഇത് എടുത്തതെന്ന് പോലും എനിക്കറിയത്തില്ല. എനിക്കാണെങ്കിൽ മമ്മി ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, മമ്മി ഇത് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തന്നു കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ ഞാനിത് കണ്ടത്. അപ്പോൾ ദോശ ഓക്കെ അടിപൊളിയായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒഴിച്ചിട്ട് നല്ല പരത്തിയൊക്കെ എടുക്കുന്നുണ്ട്. കുറേ വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കുന്നൊക്കെയുണ്ട് ദോശമാവിലിട്ടിട്ട് തവി കൊണ്ട്. ബാക്കി ഇനി നമ്മുടെ മെയിൻ ഐറ്റംസ് വരുന്നതേ ഉള്ളൂ. വന്നോളൂ, ഇപ്പോൾ പുറകെ വരും കേട്ടോ. അപ്പം ദോശ ഉപ്പേരി ഏകദേശം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അല്ല, വരുന്നതേ ഉള്ളൂ, ഇടുന്നതേ ഉള്ളൂ. ദോശയ്ക്ക് ഇനി വേവാനിരിക്കുന്നു. മാവൊക്കെ വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ ദോശ ഉപ്പേരി ഇവരത് ഊത്തപ്പം എന്നുള്ളത് മാറ്റി ദോശ ഉപ്പേരി എന്ന് പേര് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.